മാഷ് വഴിയാണ് കേട്ടോ. ഇത് അശോക് മാഷാണ്. മാഷ് വഴിയാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തിനെ പറ്റിയും ചഞ്ചലയെ പറ്റിയും എപ്പോഴും മാഷ് വരുമ്പോൾ വാതോരാതെ പറയുന്ന ഒരു പേരാണ് ചഞ്ചല. അപ്പൊ ആരാണ് ചഞ്ചല എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇതുവരെ ഒന്ന് ചഞ്ചലയിൽ എത്തിപ്പെടാൻ പറ്റിയിട്ട് അങ്ങനെ ഒരിക്കൽ യാദൃശ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഷോപ്പിൽ വരുന്നത്, മാഷുമായിട്ട് ഒരിക്കൽ ഷോപ്പിൽ വരുന്നത് അല്ലെ. അപ്പം മാഷിനോട് തന്നെ എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു ആളിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നാലും മാഷിനോട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. അപ്പം മാഷിന് എന്താ ഇന്ന് പ്രോഡക്ട്സ് എന്താ ഇന്ന് മാഷിന് ഇന്ന് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? നാളികേര സർവത്ത് അല്ലെ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് മാഷ് അല്ലെ. അപ്പൊ മാഷിന് എന്ത് തോന്നി നമ്മുടെ ചഞ്ചലയുടെ ഈ ഒരു മുന്നോട്ടുള്ള ഈ ഒരു പ്രയാണത്തിനെ പറ്റി എന്താണ് മാഷ്? പിന്നെ അത് കുടുംബത്തിന്റെ സപ്പോർട്ട് ഭയങ്കരമാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പ്രസവിച്ച് ഇത്രയായിട്ടുള്ള കുഞ്ഞ് ഇട്ടിട്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചഞ്ചല ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഇതൊരു ബിഗ് താങ്ക്സ് തന്നെയാണ്. എനിക്കിത് കാണുമ്പോ തന്നെ ഒരു ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മുടെ പൊടികളെ പറ്റി കൂടെ നമുക്ക് ഇവിടെ ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ മുളപ്പിച്ച റാഗിപ്പൊടിയാണ്. ഞാൻ നോർമൽ റാഗിപ്പൊടി ഉണ്ട്, അത് തന്നെ നമ്മൾ കുതിർത്തിട്ട് മുളക്കിയതാണ്. ഇനി ഇതെന്ന് പറഞ്ഞാൽ മുളപ്പിച്ച റാഗിയാണ്. കുറച്ചുകൂടെ ആണ്. അപ്പൊ ഇതാണ് മുളപ്പിച്ച റാഗിപ്പൊടി. അത് കൂടാതെ തന്നെ നമ്മള് വിവിധ മില്ലറ്റുകളും കുടങ്ങൽ ഔഷധ ഇലകളും മിക്സ് ചെയ്തുകൊണ്ട്, പിന്നെ ഇത് നമ്മുടെ കുടങ്ങലും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതാണ് കുത്തിച്ചീര എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് കുടങ്ങലിന് വ്രണമോ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പൊ കുടങ്ങൽ, അതുപോലെ തന്നെ കരിനച്ചിയുടെ അരിപ്പൊടിയുണ്ട്. ഇത് കൂടുതലും നമ്മൾ പ്രസവരക്ഷാ കിറ്റുകളിലൊക്കെയാണ് ഇത് പോകുന്നത്. കരിനച്ചിയുടെ പഴയ കാലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പഴയ അമ്മമാരൊക്കെ ഉള്ള സമയത്ത് ഇപ്പോഴും അതിങ്ങനെ പഴയ അമ്മമാരുള്ളിടത്ത് ഇപ്പോഴും ഇതിങ്ങനെ ശീലിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ കരിനച്ചൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിന് പുറത്ത് ലഭ്യമാകാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ അവിടെയൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മളിത് വളരെ ലളിതമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അത് കൂടാതെ എങ്ങനെയാണ് ഇതിന്റെ ഒരു കഴിക്കുന്നതിന്റെ ഒരു ക്രമം എങ്ങനെയാണ്? ഇത് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് മറ്റു അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അതല്ലെങ്കിൽ ഇത് കുറുക്കുണ്ടാക്കാം. കുറുക്കുണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമ്മള് രണ്ട് സ്പൂൺ പൊടി കൊണ്ട് മാത്രം നമുക്ക് നല്ലൊരു പാത്രം നിറയെ കുറുക്കുണ്ടാക്കി ഒരാൾക്ക് അതിന്റെ വിധമെല്ലാം നമ്മൾ ഈ പാക്കറ്റിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചോളപ്പൊടിയുണ്ട്. നമുക്ക് സാധാരണ ലഭ്യമാകുന്ന പൊടിയേക്കാൾ ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് പുഴുങ്ങിയിട്ട് വറുത്തെടുത്തതാണ്. ഈ ഒരു പാക്കറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു 4 പേർക്ക് ഒരു കുടുംബത്തിന് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും.